सूरजगढ़े समुद्र से जुड़ी अर्थव्यवस्था को केवल पारंपरिक मछली पकड़ने तक सीमित नहीं है। सीवीड प्रोडक्शन जैसे क्षेत्र में भी नई संभावनाएं बनी। केरल में एनडीए सरकार के सहयोग से सीवीड प्रोडक्शन क्लस्टर्स विकसित किए जा रहे हैं। इससे फिशरमैन समुदाय की महिलाओं और युवाओं को आय के नए अवसर मिलेंगे। സമുദ്രവുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നത് കേവലം പരമ്പരാഗതമായ മത്സ്യബന്ധനം മാത്രമായി പരിമിതപ്പെടുന്നില്ല. കടൽപ്പായൽ ഉൽപാദനം പോലെയുള്ള മേഖലകളിലും പുതിയ അവസരങ്ങൾ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാരിന്റെ സഹായത്തോടെ കേരളത്തിലും കടൽപ്പായൽ ഉൽപാദന ക്ലസ്റ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ വരുമാനം കിട്ടുന്നതിനുള്ള അവസരമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. एनडीए सूरजगढ़े केरल में हमारी सरकार द्वारा आधुनिक फिश फार्मिंग सिस्टम को प्रमोट किया जा रहा है। तटीय क्षेत्रों तक योजनाओं का लाभ पहुंचाने के लिए सागर मित्र और मत्स्य सेवा केंद्र का नेटवर्क भी बनाया गया है। इसके साथ ही केरलम के तटों पर 40 से ज्यादा आर्टिफिशियल रीफ्स लगाने की मंजूरी दी गई है। इनसे समुद्र में मछलियों की संख्या बढ़ेगी और समुद्री संसाधन सस्टेनेबल तरीके से विकसित होंगे। പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർക്കാർ മുഖാന്തരം കേരളത്തിൽ ഇന്ന് ആധുനിക മത്സ്യബന്ധന രീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ നമ്മുടെ തീരദേശ മേഖലയിൽ എത്തിക്കുന്നതിനായി സാഗർ മിത്ര, മത്സ്യസേവാ കേന്ദ്രം എന്നിവയുടെ ശൃംഖലകളും രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് കേരള തീരത്ത് 40-ലധികം കൃത്രിമ പാരികൾ സ്ഥാപിക്കാനുള്ള അനുമതിയും നൽകിയത്. ഇതുമൂലം നമ്മുടെ മത്സ്യങ്ങളുടെ എണ്ണം കൂടുകയും ശാസ്ത്രീയമായ സമുദ്ര സംരക്ഷണം സാധ്യമാവുകയും ചെയ്യും.